എന്തിനും പറഞ്ഞ വേറെ റിപ്ലൈ നേരത്തെ എന്നോട് പറഞ്ഞേ ഇത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അക്സെപ്റ്റ് എൻ്റെ അനിയൻ്റെ വളരെ ചെറുപ്പം മുതലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു, അഭിലാഷമായിരുന്നു അച്ഛനാവാൻ, ഒരു വൈദികനാകാൻ. അത് സാധിച്ചു. ഇപ്പോൾ അവൻ അത്രയും കാലം സ്നേഹിച്ച ഒരു പെണ്ണിനെ തന്നെ ദൈവാനുഗ്രഹിച്ചും കല്യാണം കഴിക്കാൻ സാധിച്ചു. രണ്ടും നല്ല സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ്. പിന്നെ മെറിനാണെങ്കിലും ഞങ്ങൾ ചെറുപ്പം മുതലേ നല്ലോണം അറിയുന്ന കുടുംബമാണ്, ഞങ്ങൾ അടുത്ത ഫാമിലിയാണ്. അങ്ങനെ ഒരു അടുത്തുനിന്ന് തന്നെ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയതിൽ തന്നെ വലിയ സന്തോഷം. ഹാപ്പി മാരീഡ് ലൈഫ് ഫോർ ബോത്ത് ഓഫ് ദം. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഷോക്ക്ഡാണ്. കാരണം ഇത് ഇത്ര പെട്ടെന്ന് ഈ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഇതൊരു മാരേജിൻ്റെ ഒരു ഫംഗ്ഷനിലേക്ക് ആകുകയെന്ന് ഞങ്ങൾ രണ്ടുപേരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഞങ്ങൾ ഒരുപാട് പേടിച്ചിരുന്നത് എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും, എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്നൊക്കെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴും ഞങ്ങളുടെ സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല. ഞങ്ങളുടെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ഒരു സപ്പോർട്ടായിരുന്നു. മെറിനെക്കുറിച്ച് പറയുമ്പോൾ അവൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പിണങ്ങുന്ന ആളാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടം വരും. അത് സ്നേഹത്തിൻ്റെ അളവ് കൂടുതലുള്ളവർക്കാണ് അങ്ങനെ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ വളരെ സന്തോഷത്തിൽ പൂർത്തീകരിക്കുവാൻ അത് ഇന്നത്തെ ദിവസത്തിന് ഇടയായി എന്നുള്ളതാണ്. ഷാജിയുടെ പപ്പ മമ്മി വളരെ സ്നേഹത്തോടുകൂടിയാണ് ചേട്ടന്മാരെല്ലാവരും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പുതിയൊരു മെമ്പർ അതിലോട്ട് വന്നു ചേരുമ്പോൾ ഷാജിക്ക് എന്തായാലും എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ വീടിൻ്റെ ഒരു നെടുതൂണായി തന്നെ പ്രവർത്തിക്കാൻ കഴിയും. ഷാജിക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു.